പണം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ എന്താണ് വഴി? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കാം. എടാ പൈസ കടം മേടിച്ച് കോട്ട് സൂട്ടിട്ടെടുക്കാൻ ഉളുപ്പില്ല നമുക്ക്. അതെ, പൈസ തരാൻ അറിയുന്നുണ്ട്, വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകും. നിങ്ങൾക്ക് അറിയോ, അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാനാണ്. എനിക്ക് പൈസ കിട്ടണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 NI ആക്ട് വാണിജ്യ ഇടപാടുകളിൽ ചില പ്രത്യേകതരം പ്രമാണങ്ങൾ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താൻ പണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് NI ആക്ട്. ഒക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്? ചെക്ക്, വാഗ്ദാന പത്രം, വിനിമയ ബിൽ. ഓക്കെ, നമ്മുടെ വിഷയം പണം കടം കൊടുത്താൽ തിരികെ കിട്ടാനുള്ള വഴികൾ. പോലീസിലെ പണമിടപാടുകളിൽ നേരിട്ട് ഇടപെടാനുള്ള നിയമം ഇല്ല. നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് ഒരു CMP ഫയൽ ചെയ്യാം, മണി റിക്കവറി സ്യൂട്ട്. പിന്നെ നിങ്ങൾ ഒരു ബന്ധത്തിന്റെ പുറത്ത് പണം കടം കൊടുത്താൽ അവർ ആ ബന്ധത്തിന്റെ പേരിൽ തന്നെ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ ബന്ധം വഷളാവും അല്ലേ? അതിന് മാർഗം അത് മാത്രമേ ഉള്ളൂ. പണം കടം കൊടുക്കുകയാണെങ്കിൽ അത് സമ്മാനമായിട്ട് കൊടുക്കുക, തിരിച്ചു കിട്ടാത്ത അവർക്കൊരു ദാനമായിട്ട് അവരുടെ സങ്കടം കണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഒരു ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് വാങ്ങുകയോ ഒരു എഗ്രിമെന്റ് ഇടപാട് ഉണ്ടാക്കുകയോ ചെയ്യുക. ബ്ലാങ്ക് ചെക്ക് മുടങ്ങിയാൽ, അത് ബൗൺസ് ആയാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് NI ആക്ട് 138 പ്രകാരം കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ചോളൂ, സുപ്രീം കോടതിയുടെ പുതിയ അമെൻഡ്മെന്റ് ഉണ്ട്. ചെക്ക് കേസിൽ 20,000 രൂപ വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കണം. അതിൽ മുകളിലോട്ട് ക്യാഷ് ആയിട്ട് കൊടുത്താൽ കോടതിയെ സമീപിക്കേണ്ട എന്ന പുതിയൊരു അമെൻഡ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പണം കടം കൊടുക്കുന്നവർ അറിഞ്ഞിരുന്നോളൂ, ഇതെല്ലാമാണ് നിയമങ്ങൾ. അപ്പം നിങ്ങളുടെ പണം നിങ്ങൾ സൂക്ഷിച്ച് കൊടുക്കുക. നിങ്ങൾ കടം കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ പഴിക്കാൻ പാടില്ല, നിങ്ങളുടെ ബന്ധങ്ങൾ തെറ്റാൻ പാടില്ല. ഓക്കെ.